ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി മാസം 20-ാം തീയതിയാണ്. ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഈ വലിയ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഇവിടെ മൊത്തം ഇരുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് റോമിലെ സമയം വൈകുന്നേരം 5:30-ക്ക് ശേഷമുള്ള സമയത്താണ്. 5:40 ആയിരിക്കുന്നു. ആ സമയത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ റോമിലെ ഒരു പുരാതനമായ ദൈവാലയം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് ഒത്തിരി സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ റോമിലെ ബസിലിക്കയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ ആയിരിക്കുക. ഇവിടെ നിന്ന് ഈ വീഡിയോ ഇന്ന് നൽകണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളാണ്. സഹോദരങ്ങളെ, ഈ ബസിലിക്കയുടെ ഉള്ളിൽ നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കയറുമ്പോൾ ഇടതുവശത്ത് ഒരു അൾത്താരയുണ്ട്. ആ അൾത്താരയുടെ ഉള്ളിലാണ്, ആ അൾത്താരയ്ക്ക് അടിയിലാണ് വിശുദ്ധ സെബസ്ത്യാനോസ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ദേവാലയം ഏതാണ്ട് ചരിത്രം പറയുന്നത് ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിൽ ഒക്കെ നിർമ്മിതമാണ്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച റോമാക്കാരുടെ പീഡനമേറ്റ് രക്തസാക്ഷിയായി തീർന്ന ഒരു മഹാവിശുദ്ധനാണല്ലോ വിശുദ്ധ സെബസ്ത്യാനോസ്. ഇന്നിപ്പോൾ ഈ പള്ളിയുടെ ഉള്ളിൽ പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരുനാളാണ്. നമ്മുടെ നാട്ടിലെല്ലാം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഈ ദിവസങ്ങളിൽ വലിയ ഗംഭീരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ റോമിൽ ഇന്ന് വൈകുന്നേരം ഈ ബസിലിക്കയിൽ ഒരു പരിശുദ്ധ ബലിയർപ്പണമുണ്ട്. രാവിലെയൊക്കെ ഉണ്ടായിരുന്നു. ഈ കുർബാന കഴിഞ്ഞ് ഒരു പ്രദക്ഷിണമുണ്ട്. ഇതൊരു കാറ്റകോമ്പും കൂടിയാണ്. റോമിലെ കാറ്റകോംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് കാറ്റകോമ്പ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പേരിലുള്ള കത്തകോംബെ സാൻ സെബസ്ത്യാനോ എന്ന് പറയുന്ന കത്തകോമ്പാണ് ഈ കാറ്റകോമ്പ്. കാറ്റകോമ്പ് എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാം. പക്ഷേ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കുക. ആദ്യ നൂറ്റാണ്ടുകളിൽ മരിച്ച രക്തസാക്ഷികളെയും അതുപോലെ മരിച്ച ക്രിസ്ത്യാനികളെയും അടക്കം ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഈ കാറ്റകോമ്പുകളിൽ ക്രിസ്ത്യാനികളെ അടക്കം ചെയ്ത സ്ഥലമാണ് കാറ്റകോമ്പ്. ആദ്യ നൂറ്റാണ്ടുകളിൽ അവർക്ക് പരസ്യമായിട്ട് ആരാധനയൊന്നും നടത്താൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഭൂഗർഭമായ വലിയ സിമെട്രികളിലാണ് അവരെ അടക്കം ചെയ്യുകയും പരിശുദ്ധ ബലിയർപ്പണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 കാറ്റകോമ്പുകൾ ഈ പരിസരത്തുണ്ട്. അതിലൊന്നാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള ഈ കാറ്റകോമ്പ്. ഈ പള്ളിയുടെ അടിയിലെല്ലാം പുരാതനമായ ശവക്കല്ലറകളാണ്. അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ പള്ളിയുടെ അടിയിലുള്ള ഒരു ഭാഗത്താണ് വിശുദ്ധ സെബസ്ത്യാനോസിനെ അടക്കം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇന്നൊരു അൾത്താര ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അൾത്താരയാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഖബറിടം എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കുർബാന നടക്കുകയാണ്. ഈ കുർബാനയ്ക്ക് ശേഷമാണ് പ്രദക്ഷിണം. സാധിക്കുമെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. നമുക്കെന്തായാലും പ്രാർത്ഥനയോടെ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. പള്ളിയിൽ പരിശുദ്ധ കുർബാന നടക്കുന്നുണ്ട്. ഞാൻ രാവിലെ കുർബാനയിൽ പങ്കെടുത്തതുകൊണ്ട് ഞാൻ കുർബാനയിൽ കയറിയില്ല. എങ്കിലും കുർബാന തുടങ്ങിയിട്ടുണ്ട്. നമുക്കെന്തായാലും പള്ളിക്കുള്ളിലേക്ക് സാവധാനത്തിൽ പ്രവേശിക്കാം. ഒത്തിരി സ്വരത്തിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വളരെ സ്വരം താഴ്ത്തിയായിരിക്കും സംസാരിക്കുന്നത്. കാറ്റകോമ്പിലേക്ക് പ്രദക്ഷിണം നടക്കുമ്പോൾ നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. പള്ളി നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. പള്ളിക്കുള്ളിൽ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ കുർബാന നടക്കുകയാണ്. കാണുന്നതാണ് സെബസ്ത്യാനോസിൻ്റെ ഖബറിടം. അതിൻ്റെ ഉള്ളിലാണ്, അതിൻ്റെ അടിയിലാണ് സെബസ്ത്യാനോസ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കുർബാനയിൽ ധാരാളം പോലീസുകാരൊക്കെ സാധാരണ പങ്കെടുക്കാറുണ്ട്. കാരണം അദ്ദേഹം ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ച് പോലീസ് പട്ടാളം ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥനും കൂടിയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. കർദിനാളാണ് ഇന്നത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പുമായി കർദിനാൾ
ഇറങ്ങി വരികയാണ്. കബറിടം ഇരിക്കുന്ന കാറ്റുകൊമ്പിൻ്റെ അടിയിലേക്കുള്ള പ്രദക്ഷിണം ആരംഭിച്ചിരിക്കുകയാണ്. ധാരാളം മലയാളികളെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാം. ഇതാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അൾത്താര. ഇതിൻ്റെ അടിയിലാണ് കാറ്റകോമ്പിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കബറിടം. മുകളിൽ നമുക്ക് ഇതാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കബറിടമായി നമുക്ക് കാണാൻ പറ്റുക. സാധാരണഗതിയിൽ എപ്പോഴും താഴത്തേക്ക് കാറ്റകോമ്പിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല. അപ്പോൾ ആളുകൾ, വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ നേരെ അടിയിലാണ് കുടികൊള്ളുന്നത്, കല്ലറ കുടികൊള്ളുന്നത്. മുകളിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പ് മുകളിൽ ഒരു പ്രത്യേക പേടകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സെബസ്ത്യാനോസിൻ്റെ ശിരസിൻ്റെ ഒരു മാതൃക അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പുണ്ട്. താഴെ വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ചു കിടക്കുന്ന രീതിയിലുള്ള ഒരു മാർബിൾ ശില്പം ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാറ്റകോമ്പിൻ്റെ ഉള്ളിലൂടെയാണ്. പ്രാർത്ഥനയോടെ പ്രദക്ഷിണം നടക്കുകയാണ്. പുരാതനമായ കല്ലറയുടെ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സകല വിശുദ്ധരുടെ ലുത്തനെ ആലപിച്ചുകൊണ്ടാണ് പ്രദക്ഷിണം നടക്കുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ നിഷ്ഠൂരമായ രക്തസാക്ഷികളായി തീർന്ന അനേക രക്തസാക്ഷികളുടെ ഭൗതിക ശരീരങ്ങൾ ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂഗർഭ സിമട്രി അന്ന് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു അതിശയം തന്നെയാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നവരെ മുഴുവൻ കൊല ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. ആ കാലഘട്ടത്തിൽ രഹസ്യമായി ഭൂമിക്കടിയിൽ ഇത്ര മനോഹരമായി സിമട്രി ശവക്കല്ലറകൾ നിർമ്മിച്ചു എന്നുള്ളത് ഒരു വലിയ ചരിത്ര യാഥാർത്ഥ്യമാണ്. കൊച്ചുകുട്ടികളുടെ അടക്കമുള്ള ധാരാളം ആളുകളുടെ ഭൗതിക ശരീരങ്ങൾ ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് ഈ കാറ്റകോമ്പുകളിലുള്ള രക്തസാക്ഷികളുടെ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെല്ലാം ഇവിടെ നിന്ന് റോമിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി റോമൻ കോട്ടയ്ക്ക് ഉള്ളിലുള്ള ഒരു ബസിലിക്കയിലാണ് തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഈ കാറ്റകോമ്പിൻ്റെ ചെറിയ ഭാഗങ്ങളിലൂടെ മാത്രമാണ്, കുറച്ച് ഭാഗത്തൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. പ്രദക്ഷിണമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനകത്തേക്ക് എൻട്രി ഉള്ളത്. അല്ലെങ്കിൽ പ്രത്യേകം പാസ് എടുത്ത് കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കയറി കാണാൻ സാധിക്കും. പക്ഷേ ഇന്ന് തിരുനാൾ പ്രദക്ഷിണം നടക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇത്രയും നന്നായി കയറി കാണാൻ സാധിക്കും.
സെബസ്ത്യാനോസിനോടുള്ള പ്രാർത്ഥനകളോടെ നൂറുകണക്കിന് വിശ്വാസികൾ ഇന്ന് ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ധാരാളം പോലീസുകാരെ നമ്മുടെ മുമ്പിലുള്ളത് പോലീസുകാരാണ്. കാരണം അവരുടെ മധ്യസ്ഥൻ്റെ തിരുനാൾ കൂടിയാണ്. റോമിലെ ഇറ്റലിയിലെ ഒരു പ്രത്യേക ഫോഴ്സാണ് ഗർഭിണിയേരികൾ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അവരാണ്. ഇവിടുത്തെ ഫോഴ്സ് പ്രത്യേകമായി തങ്ങളുടെ വിശുദ്ധന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അനേക രക്തസാക്ഷികൾ ഈശോയ്ക്ക് വേണ്ടി ക്രിസ്ത്യാനിയായി എന്നുള്ള പേരിൽ രക്തസാക്ഷികളായി തീർന്ന അനേകരുടെ ഭൗതിക ശരീരങ്ങൾ ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരുന്നു. ഇതൊരു വിശുദ്ധ സ്ഥലമാണ്. അതിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇവിടെ അടക്കം ചെയ്യപ്പെട്ട വിശുദ്ധരുടെ എല്ലാം മധ്യസ്ഥ നമുക്ക് ചോദിക്കാം. രക്തസാക്ഷികളോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ ഒരു പ്രദക്ഷിണം നടക്കുകയുള്ളൂ. ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റുന്നത് ഒരു വലിയ അനുഗ്രഹവും ഭാഗ്യവുമാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കബറിടമാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കബറിടമാണ് നമ്മളവിടെ കണ്ടത്. തിരുനാളിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആമേൻ. Rendiamo grazie a Dio. ഗായക സംഘം പോലീസ് ഫോഴ്സാണ്. പോലീസ് ഫോഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘമാണ് ഇന്നത്തെ കുർബാനയ്ക്ക് അകമ്പടി സേവിക്കുന്നത്. എല്ലാവർക്കും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.